വെൽക്കം. ഇന്ന് എനിക്കൊരു എക്സാം ഉള്ള ദിവസമാണ്. ഇന്ന് ട്രിവാൻഡ്രത്താണ് എനിക്ക് എക്സാം. അപ്പോൾ രാവിലെ നമ്മൾ 4:30 ആയപ്പോൾ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മൾ പുനലൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4:45 കഴിഞ്ഞപ്പോൾ തന്നെ പുനലൂർ എത്തി. ഇവിടെ നിന്നൊരു 2-2.5 മണിക്കൂറുണ്ട് ട്രിവാൻഡ്രത്ത് എത്താൻ വേണ്ടിയിട്ട്. ട്രാഫിക് കൂടാണെങ്കിൽ 3 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെ അവിടെ ബസ് വന്നിട്ടുണ്ട്. ഇത് 5:30ക്കുള്ള ബസ്സാണ്. പക്ഷേ ഇന്ന് 5:30ക്ക് മുമ്പേ ബസ് എടുത്തിട്ടുണ്ട്. ഈ ബസ് മുക്കാലും റിസർവ്ഡ് ആണ് കേട്ടോ. രാവിലെ ജോബിന് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം റിസർവ് ചെയ്താണ് പോകുന്നത്. ഇനി നമുക്ക് മാസ്ക് ഒക്കെ വെച്ചിട്ട് ട്രിവാൻഡ്രത്ത് എത്തുന്ന ഒരു സുഖമായിട്ട് ഇറങ്ങാം. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. ഞാൻ കയറി 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഉറക്കമാവും. ഇപ്പോൾ സമയം ഒരു 7:15 ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചുവടുകളെടുത്ത് മുന്നോട്ട് വെക്കാം. ഇനി നമ്മൾ ഉറങ്ങി അവിടെ ഇരിപ്പായി പോകും. അപ്പോൾ നമുക്ക് ഇനി എഴുന്നേറ്റ് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. ഇറങ്ങിയിട്ട് നമ്മൾ ഉടനെ വാഷ്റൂമിലേക്ക് പോകും. വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2-3 മിനിറ്റേ ഉള്ളൂ കോളേജിലേക്ക്. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട്. ഇത് ഗവൺമെൻറ് ആർട്സ് കോളേജാണ്. അപ്പോൾ ഇവിടെ ആദ്യം എത്തിയത് ഞങ്ങളായിരുന്നു. അപ്പോൾ ലോക്കൊക്കെ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. നല്ല ആംബിയൻസ് ഉള്ള കോളേജാട്ടോ ഇത്. പക്ഷെ മഴയാകുമ്പോൾ ഫുള്ള് ഒരു നനഞ്ഞു കഴിഞ്ഞൊരു ഇതായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ നല്ല രസമാണ് അവിടെ. ഞാനും അപ്പോൾ ഇനി കഴിക്കാനുള്ള സ്ഥലം നോക്കണം. എന്നും ഞങ്ങൾ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നേരെ പോവാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്ന അട കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം റിവൈസ് ഒക്കെ ചെയ്തിട്ട് നേരെ എക്സാം ഹോളിലോട്ട് പോവാണ്. ഇതാണ് അവിടെ എക്സാം ഹോൾ. അങ്ങനെ അവിടെ 3 മണിക്കൂറത്തെ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഇന്ന് എക്സാം കുറച്ച് പാടായിരുന്നു. ഇനി അത് ഓർത്തിട്ട് കാര്യമില്ല. അപ്പം ഇനി നേരെ വീട്ടിൽ പോകാൻ കാര്യം നോക്കാം. എക്സാം ഹോളിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബസ് കിട്ടണമെങ്കിൽ നേരത്തെ പോയാൽ പറ്റൂ. വന്നപ്പോൾ തന്നെ നമുക്കൊരു പുനലൂർ ബസ് കിട്ടി കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, കറക്റ്റ് ടൈം ഇറങ്ങിയാൽ നമുക്ക് കറക്റ്റ് ടൈമിന് ബസ് മിസ്സായത് കിട്ടും. പിന്നെ നമ്മൾ പപ്പയെ കൊണ്ടൊക്കെ ഹായ് പറയിപ്പിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ ഒറ്റ ലക്ഷ്യം പുനലൂർ എത്തുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ മാസ്ക് വെച്ചേക്കുന്നത് നെക്സ്റ്റ് ഉറക്കത്തിന് വേണ്ടി കേട്ടോ. പുനലൂർ എത്തിയപ്പോൾ എൻ്റെ കസിനെയും എൻ്റെ സിസ്റ്ററിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ അറിയിക്കാൻ മറക്കില്ല. ബൈ.